ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണമൊക്കെ കഴിഞ്ഞു വന്നാലും ഒരു ഹാപ്പി ഓണം ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഓണത്തിൻ്റെ തിരക്കുകളും എന്താ പറയുക, തമിഴിൽ പറയണ പോലെ തന്നെ ഓണത്തിൻ്റെ തിരക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. തിരക്കുകൾ പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് കൂടുതൽ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഈ ചെടികളൊക്കെ ഒന്ന് നോക്കാനുള്ള സമയം എന്ന് പറയണത് നമുക്ക് 2 ഓണത്തിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉഴപ്പാണല്ലോ, വീഡിയോ ഇടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ഉത്രാടം തൊട്ടേ തുടങ്ങി നമ്മളുടെ തിരക്കുകളും കാര്യങ്ങളും. ഉത്രാടത്തിൻ്റെ അന്ന് ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ 4ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് രാവിലെ തന്നെ നമുക്ക് പള്ളിയിൽ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഹാഫ് ഡേ അല്ല, ഒരു 2-2:30 വരെയൊക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത്. അത് കഴിഞ്ഞിട്ട് വേറൊരു എന്താ പറയുക ആഘോഷം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂണിറ്റിലെ ഓണാഘോഷം ഉണ്ടായിരുന്നു. അന്ന് ശനിയാഴ്ച ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവിടെ കുറേ എന്താ പറയുക കളികളും കുട്ടികളുടെ പരിപാടികളും വലിയവരുടെ പരിപാടികളും നമ്മളുടെ കസാരോട്ടം അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോന്നു. കാരണം സത്യത്തിൽ അവിടെ കഴിഞ്ഞിട്ടില്ല, പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 6 മണിയൊക്കെ ആകുമ്പോൾ പോന്നു. കാരണം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കുറേ നമ്മൾ എന്താ പറയുക വീട്ടിൽ തന്നെ വെക്കുകയാണ് ചെയ്യണത് കറികളൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് കറികളൊക്കെ അരിയാനും നുറുക്കാനും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എണീറ്റ് പോന്നു. അപ്പോൾ ഇനി നമുക്ക് ഓണത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട ചെറിയൊരു ഇതാട്ടാ നമ്മളുടെ ചക്കി കണ്ട വലിയ പെണ്ണായി. കുറുമ്പത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തരം കുറുമ്പത്തി. മില്ലിനെയൊക്കെ നമ്മൾ പറയില്ലേ, അമ്മേനെയൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന അതുപോലത്തെ സ്വഭാവം. അത്രയും കുറുമ്പ. കുക്കിനെ അറിയില്ല എല്ലാവർക്കും, ഈ ഷിറ്റ്സു. ഇതിനടക്കം അവളെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് ശരിപ്പെടുത്തും. അത്രയും നല്ല കുറുമ്പാണ് അവൾക്ക്. അപ്പോൾ നല്ല രസമാണ് ആക്ച്വലി. ശരിക്കും എന്ന് പറയുന്നത് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്കും പെറ്റ്സ് വീട്ടിലുള്ളവർക്കും അറിയാൻ പറ്റും. ഇവരുടെ അടുത്ത് നമ്മളിങ്ങനെ എന്താ പറയുക സമയം ചിലവഴിക്കുക, വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക എത്ര റിലാക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇതാണ്. നല്ല എൻ്റർടൈൻമെൻ്റാണ്. സമയം പോണതേ അറിയില്ല. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്ന് ഇത്തിരി വലുതായി വരണ വരെ ഇവരുടെ ആ പോട്ടി ട്രെയിനിങ്ങും മൂത്രമൊഴിക്കൽ പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അവരുടെ ഇതായിക്കോളും. പിന്നെ അവരുടെ സ്നേഹം എന്ന് പറയണത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കിട്ടാം. എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതൊരു എന്താ പറയുക പറഞ്ഞാൽ കറക്റ്റായിട്ടത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ് മനുഷ്യന്മാരുടെ ഒരു. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ നമ്മൾ വിചാരിക്കില്ലോ, മനുഷ്യന്മാരെ നോക്കാൻ ഈ ആൾക്കാർക്ക് നേരില്ല എന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല, അതൊരു വേറൊരു എന്താ പറയുക ഒരു ഫീലിംഗാണ്. അപ്പോൾ അതാണ് നമ്മളുടെ പെറ്റ്സിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പെറ്റ്സിൻ്റെ വീഡിയോ വെച്ച് ചെയ്യണമെന്നുണ്ട്. ഒരു പണ്ട് എപ്പോഴോ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തോ ഒരു പെറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ ആൾക്കാരായി. നമ്മളുടെ ടെഡീനെ പ്രത്യേകിച്ച് അവൻ കുറച്ച് പ്രശ്നമാണ്. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കുറച്ച് അഗ്രസീവാണ്. എന്ന് വെച്ചാൽ അവനൊന്നും ചെയ്യൊന്നുമില്ല ആരെയും, പക്ഷേ അവൻ മേത്ത് കയറും. ഈവൻ ഞാൻ എന്നെ ഇപ്പോൾ അവനെ അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്നേഹം കൊണ്ടാണ് മേത്ത് കയറും. പക്ഷേ അവൻ സൈസ് വലുതായ കാരണം ചിലപ്പോൾ മേത്ത് 2 കൈ വയ്ക്കുമ്പോൾ നമ്മൾ വീഴും. അത്രയും പ്രശ്നമാണ് അവൻ്റെ ഇത്. അപ്പോൾ പെറ്റ്സിൻ്റെ വീഡിയോ ചെയ്താലും നമുക്ക് ടെഡീനെ ഒന്നും കൂട്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. ബാക്കി നമ്മൾക്കിപ്പോൾ കുക്കിയുണ്ട്, മില്ലിയുടെ മോള് ചക്കിയുണ്ട്. ഇപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ടതായിരിക്കും. കണ്ട ചേച്ചിമാർ വന്നതിൻ്റെ സന്തോഷമാണ്. ഈ എന്താ പറയുക ഇത്രയും സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം ഞാൻ പറഞ്ഞില്ല. ഉത്രാടമല്ലല്ലോ 2 ഓണം. അതായത് ഉത്രാടത്തിൻ്റെ അന്ന് ഫുൾ ഡേ അങ്ങനെ പോയി. തലേദിവസം നമ്മൾ തിരുവോണത്തിൻ്റെ അന്നൊക്കെയുള്ള അവിയൽ, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, കേബേജ് അടക്കം എനിക്ക് തോന്നുന്നു അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അരിഞ്ഞ് വെച്ചു. അങ്ങനെ കുറേ അരിഞ്ഞ് വെക്കാൻ പറ്റുന്നതൊക്കെ ഓരോരോ ബോക്സിലായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണമല്ലോ നമുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് പ്രത്യേകിച്ച് എവിടെ നിന്നും കിട്ടുകയില്ല അങ്ങനെ വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം.
അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 12:30 ആകുമ്പോഴേക്കും നമ്മളുടെ ഫുഡ് കഴിയണം, കിച്ചണിലെ പണി. എന്നാലാണ് നമ്മൾക്ക് പിന്നെ ബാക്കിയുള്ള നമ്മളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഏകദേശം പ്ലാൻ ചെയ്ത പോലെ തന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കളം കണ്ടില്ലേ, പൂക്കള മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ. അപ്പോൾ അതും ആ പൂക്കളം ഉണ്ടായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ അതിന് സമയം പറഞ്ഞു തന്ന 11 മണിയാണ്. 11 മണിക്ക് ഒരു ജഡ്ജസ് വന്ന് നോക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 11 മണിയാകുമ്പോൾ ഒരു 10 മണി വരെ പണി തന്നെയായിരുന്നു. 10 മണിക്ക് പിന്നെ ഞാൻ വന്ന് ജസ്റ്റ് ഞാൻ വരച്ചു കൊടുത്തു. ബാക്കിയൊക്കെ പിള്ളേർ വരച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ബാക്കി അവർ അപ്പയും മക്കളും കൂടെ ഇട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് പോയി ഇന്ന് അങ്ങനെ അതൊക്കെ സെറ്റാക്കി. അപ്പം അതും ഉണ്ടായിരുന്നു എക്സ്ട്രാ ഒരു പണി. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ്, ഫോട്ടോഷൂട്ട് പരിപാടികൾ നമ്മളുടെ ഒരു സെക്ഷൻ, അത് കഴിഞ്ഞ് പിള്ളേരുടെ മാത്രമുള്ള വേറെ സെക്ഷൻ, അങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം എനിക്ക് ഉറങ്ങിയോന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ പെങ്ങളും പിള്ളേരൊക്കെ വന്നു. പിന്നെ അങ്ങനെ അതിൻ്റേതായ തിരക്കുകൾ. അങ്ങനെ പിന്നെ വൈകിട്ടത്തേക്ക് കറികളൊന്നും വയ്ക്കേണ്ട വന്നില്ല, എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 പായസം നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തത്. ഏതായിരുന്നു? പാലട പിന്നെ ഗോതമ്പ് പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ പണി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസവും രാവിലെയും ഈ പറഞ്ഞ മാതിരി ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ പണികളും കാര്യങ്ങളുണ്ട്. കുറച്ച് പിള്ളേർ സെറ്റ് കൂടുതലുള്ള ടീമാണ് ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇവരുടെ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു പിള്ളേരുടെ എല്ലാവരുടെയും. അപ്പോൾ അതിന് പോയി വരുമ്പോഴത്തെ ആ ഒരു സ്നേഹപ്രകടനമാണ് അത് കണ്ടത് നമ്മളുടെ കുക്കിയുടെ. അത് കഴിഞ്ഞു. അങ്ങനെ 2 ഓണം. അങ്ങനെ അന്നും ഈ പറഞ്ഞ മാതിരി ക്ലീനാക്കലും അലക്കലും അങ്ങനെയൊക്കെ കുറേ പണികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് 1-2 എന്താ പറയുക റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഓണത്തിൻ്റെ അന്നാണ് സത്യം പറയുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയത്. അപ്പോഴാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് എടുക്കണത്. 2 ഓണത്തിൻ്റെ അന്നെന്ന് പറയുമ്പോൾ രാവിലെ ബാക്കിലുണ്ടല്ലോ നമ്മളുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറയണത് അതായത് ഈ ഉത്രാടം എന്ന് പറയണ തുടങ്ങി. ഉത്രാടത്തിന് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വെളുപ്പിനെ കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും നേരത്തെ കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേദിവസം നനച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാനേ പറ്റില്ല. പിന്നെ നമുക്കറിയാം ഓണത്തിന് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളെ ശല്യപ്പെടുത്തിയേ ഇല്ല മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി നനയ്ക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഫുള്ള് അവിടെ നനയ്ക്കലും കാര്യങ്ങളായിരുന്നു. അവിടെ ഒരുവിധം എല്ലാതും ഇങ്ങനെ വാടി കുറഞ്ഞ് ഇതാക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഉച്ച തിരിഞ്ഞാണ് നമ്മൾ ഈ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നനയ്ക്കുമായിരുന്നു, എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ നനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നനയ്ക്കുക മാത്രമല്ല, ഒരാഴ്ചയായിട്ട് ഇവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ബാക്കിലത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ന്യൂട്രീഷൻ ഗാർഡൻ കിട്ടിയിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ അന്ന് കഴിഞ്ഞ വീഡിയോ. ന്യൂട്രീഷൻ ഗാർഡൻ്റെ എല്ലാ പച്ചക്കറികളും എല്ലാതും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നട്ടുണ്ട്, പക്ഷേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതോ 1-2 ആണ് വഴുതനങ്ങ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വഴുതനങ്ങ കുഴിച്ചിടുന്നതൊക്കെ. പിന്നെ എന്തൊക്കെയോ കുറേ വീഡിയോസൊക്കെ എല്ലാതും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഫോട്ടോഷൂട്ട്, അത് കഴിഞ്ഞ് പിള്ളേരുടെ ഫോട്ടോഷൂട്ട്, എല്ലാ സാധനങ്ങളും കഴിഞ്ഞ് വന്നപ്പോൾ ഇവർക്ക് ഈ സ്പേസ് കുറഞ്ഞ് കണ്ടപ്പോൾ അവർ അവിടെ നിന്നൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതിനി കണ്ടുപിടിച്ചിട്ട് വേണം, ഇനി അറിയില്ല കിട്ടുമെന്ന്. അപ്പോൾ അത് കാരണം ഞാൻ ഇതന്നെ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. 2 എണ്ണം പെയിൻറ്റിങ് ആണ്. അപ്പോൾ എന്തായാലും ന്യൂട്രീഷൻ ഗാർഡൻ്റെ എല്ലാ പ്ലാന്റ്സും ഞാൻ എല്ലാ പച്ചക്കറി തൈകളും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിക്കാം അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ അതിനൊക്കെ നനയ്ക്കണം, കാരണം അവരൊക്കെ കുഞ്ഞു തൈകളാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ നന്നായി വെള്ളം വേണം, ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് വാടിപ്പോകും. പിന്നെ ഇതൊക്കെ ഈ ഒരു എന്താ പറയുക കാക്കപ്പൂ എന്നാണ് ഇതിനെ പറയുക. ഇതൊന്നും നമ്മൾ വാങ്ങിച്ചതല്ല കേട്ടോ. കഴിഞ്ഞ വർഷമോ മുന്നത്തെ വർഷമോ വാങ്ങിച്ചിട്ട് ഈ വിത്തുകൾ വീണ് മുളച്ചിട്ടുള്ളതാണ്. അതും ആകെ 2 കളർ അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. അതിങ്ങനെ എന്താ പറയുക അടുത്തടുത്ത് വെച്ചിട്ട് മിക്സായിട്ട് വേറെ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. ഒരു റയറായ കുറേ കളേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം ഇങ്ങനെ ഓണമൊക്കെ ആവണ സമയമായപ്പോൾ ഇതൊന്നും ചട്ടിയിലല്ലായിരുന്നു, ഒക്കെ താഴത്തെ അവിടെ ഇവിടെയൊക്കെ മുളച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ
ഞാൻ ഈ ഓണത്തിനൊക്കെ ഒരു 2 ആഴ്ച മുന്നേ നമ്മളുടെ ചെട്ടിമല്ലിയൊക്കെ നടുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെയാണ് ഇത് ഇങ്ങനെ കണ്ടു തുടങ്ങിയത്, അവിടെ ഇവിടെയൊക്കെ മുളച്ച് വരുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ചട്ടികൾ ഒഴിഞ്ഞിരിക്കുന്ന ചട്ടിയിലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്താ പറയുക, നല്ല ഭംഗിയായി. അപ്പോൾ ചെട്ടിമല്ലിക്കൊക്കെ നമ്മൾ ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർക്കും കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ അവരും നല്ല രീതിയിൽ നന്നായി പൂവിട്ടിട്ടുണ്ട്. നല്ല എന്താ പറയുക, വെയിലൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവർ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള കളറാണല്ലോ. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. അവരവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചു. പക്ഷേ താഴത്തുനിന്ന് വേറെ ടീമുകൾ വലുതായി വരുന്നുണ്ട്. അത് ഞാൻ നമ്മളുടെ ബാക്ക് ഗാർഡനിൽ വിട്ടിട്ടുള്ള പരിപാടിയാണ്. അതായത് പച്ചക്കറി കൃഷിയിൽ വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്താണ് പൊങ്ങി വരണതെന്ന്. അപ്പോൾ അത് വരെയുള്ള സമയം അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഇത് പിന്നെ നമ്മളുടെ എക്കോപോണിക്സ്, അടുത്തൊരു വീഡിയോ എക്കോപോണിക്സ് ഉണ്ട് കേട്ടോ. എക്കോപോണിക്സിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ എക്കോപോണിക്സിൽ നട്ടപ്പോൾ നമ്മളുടെ ആ ഗ്രോ ബെഡിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു ഫസ്റ്റ് ബാച്ചിലുള്ള ബൊഗൈൻവില്ലാസ് എല്ലാം ഞാൻ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കണം. എന്തായാലും അവർക്ക് മഴ കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡിൽ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരു 10 ചട്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരും നമ്മളുടെ ഇവിടെ ഉണ്ട്. അവരൊന്ന് വെയിലൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ അവരെയും എടുത്ത് ഫ്രണ്ടിലേക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റാക്കണം. നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി കുറേ സ്ഥലമൊന്നുമില്ല. കാരണം ഈ ബൊഗൈൻവില്ലാസാണ് നമ്മളതിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല വെയിൽ വേണം. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അധികം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സൈഡുകളൊക്കെയാണ്. ഈ സൈഡുകളിലൊന്നും അധികം അങ്ങനെ വെയിലൊന്നുമില്ല. അപ്പോൾ അവരെയും എവിടെയെങ്കിലും വെക്കണം. പിന്നെ നമ്മളുടെ അടുത്തൊരു ബാച്ച് കുറച്ച് ബൊഗൈൻവില്ലാസ് ഉണ്ട്. അവർ ഇപ്പോഴും ആ ഷെഡിൻ്റെ നമ്മളുടെ UV ഷീറ്റിൻ്റെ അടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതൊരു 10-12 ചട്ടികളുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം. പക്ഷെ അവരെ നമ്മൾക്ക് വെക്കണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അവർ ചെറിയ കവറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് എത്ര വളമിട്ട് കൊടുത്താലും അത്ര ഉഷാറായിട്ട് വരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ആമ്പൽ ഞാൻ മുന്നേ എപ്പോഴോ കാണിച്ചപ്പോൾ പൂവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറേ പൂവായി ഇപ്പോൾ ഇടണം. 3-4 പൂവൊക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെള്ളം നനച്ചപ്പോഴത് കലങ്ങി. അപ്പോൾ ഇനി അടുത്തത് നമ്മളുടെ വളം കൊടുക്കൽ പരിപാടികളാണ്. വളം കൊടുക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നും ഈ ജൈവ സ്ലറി ഞാൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് മുന്നേ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യണ ഒരു സ്ലറിയാണ്. തന്നെയാണ് എല്ലാ ചെടികൾക്കും. അങ്ങനെ പ്രായഭേദം ഇല്ല, എന്താ പറയുക, രൂപഭേദമൊന്നും ഇല്ല, എല്ലാവർക്കും തന്നെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റ് ഉണ്ടല്ലോ, ഈ പെയിൻറ്റിൻ്റെ ഈ ഒരു വലിയ ബക്കറ്റ്, ഈ ബക്കറ്റിൽ ഈ എന്താ പറയുക, ഈ കപ്പ് എന്ന് പറഞ്ഞാൽ അര ലിറ്റർ അല്ല, 1 ലിറ്ററിൻ്റെ ഒരു പാത്രം ഉണ്ട്, ഇങ്ങനെ മഗ് പോലത്തെ ഒരു പാത്രം. അതിൽ ഒരു പച്ചച്ചാണകം, ഓക്കെ, അതിൽ പിന്നെ 1 കിലോ നമ്മളുടെ കടലപ്പിണ്ണാക്ക്, അര കിലോ, അതായത് ഒരു കിലോൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് പകുതി, കറക്റ്റ് അളവിലൊന്നുമല്ല, ഒരു പകുതി നമ്മളുടെ എല്ലുപൊടി, പിന്നെ 1/4 കിലോ നമ്മളുടെ വേപ്പിൻ പിണ്ണാക്ക്. ഇത്രയും സാധനങ്ങളും പിന്നെ ഒരു 4-5 ബെല്ലം, ശർക്കര, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് 3 ദിവസമാണ് വെക്കാം. 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. അതിങ്ങനെ അപ്പോൾ ഇങ്ങനെ ഭയങ്കര കുറുക്ക് പോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഒഴിക്കണ നേരത്താണ് ഞാൻ വെള്ളം ഒഴിച്ചത് ഇത്രയും ആക്കുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഫുൾ ബക്കറ്റാക്കി ഇത് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങനെ പുളിച്ചോളും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ, പിന്നെ എടുക്കുന്ന സമയത്താണ് ഒഴിക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഇങ്ങനെ അത് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ആ ഭാഗത്തൊരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല, അതുപോലെ സ്മെല്ല് വരും. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ല് കുറയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശർക്കര ഇട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നപ്പോൾ എനിക്ക് ഊഹിക്കാനേ വരും. ഒരു പാമ്പും വരില്ല, എന്താ പറയുക, ഒരു പെരിച്ചാഴിയും വരില്ല, ഒന്നും വരില്ല, അതുപോലത്തെ സ്മെല്ലാണ്. പിന്നെ ഫ്രണ്ടിലൊക്കെ കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മളുടെ വീട്ടിലേക്കും വരില്ല, കള്ളന്മാരും വരില്ല, അതുപോലെ സ്മെല്ലാട്ടാ. എന്തായാലും കീടങ്ങളൊന്നും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നല്ല പൂക്കളും ചെടികളൊക്കെ നന്നായി വളരുകയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എടുക്കും. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ നമ്മളുടെ ആ ഒരു പൂവാലി ഉണ്ടല്ലോ, അതിൽ ഒരു 1/2 ലിറ്റർ ഒഴിച്ചിട്ട് അതിൽ ഫുൾ വെള്ളമാക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇതുപോലെ ഒഴിക്കും. ഒരു 1/2 ലിറ്റർ വെച്ചിട്ടൊക്കെ ഒഴിക്കുള്ളൂ. കാരണം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യമില്ല, അതെല്ലാം താഴത്തു കൂടെ പോകും. അപ്പോൾ 1/2 ലിറ്ററൊക്കെ നമ്മൾ ഒഴിച്ചാൽ മതി.
പിന്നെ ഒരു മണിക്കൂറത്തെ പണിയാണ് എൻ്റെ ചെടികൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ടല്ലേ, നല്ല പൂവൊക്കെ ഉണ്ടാവാനല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഓണവിശേഷങ്ങൾ. നനയ്ക്കലും വളം ഇടലും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു ഗാർഡൻ ടൂർ പോലൊരു. പിന്നെ ഞാൻ സംസാരിക്കുകയായിരുന്നു, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ എന്താണോ അതെന്നറിയില്ല. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ന്യൂട്രീഷൻ ഗാർഡൻ്റെ ബാക്കിയുള്ള എന്താ പറയുക ചെടികളൊക്കെ നടുന്ന ഒരു വീഡിയോ തപ്പി കണ്ടുപിടിച്ചിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. ഓക്കെ, എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.